വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവു പോരായേ, എണ്ണി തീർത്തിടാം അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ആയിരമായി സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്ന തിരുവചനത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ 2-ാം വാക്യമാണ് നമ്മൾ അല്പമായി കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഇപ്പോൾ ദൈവമക്കളാണ് നമ്മൾ. ആ ദൈവമക്കളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം വായിച്ച് അല്പമായി ചിന്തിപ്പാൻ ഇടയായി. അത് യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രവചനമാണ് എന്ന് നമ്മൾ കാണുവാനിടയായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ആ ദൈവിക സാന്നിധ്യം യഥാർത്ഥമായി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പഠിച്ചാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധ ആത്മാവിനാൽ ആകുന്നു. സ്തോത്രം. അതിനോട് ചേർത്ത് ലൂക്കോസിന്റെ സുവിശേഷം 1:35 ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ദൈവിക സാന്നിധ്യം ഒരു ദൈവ പൈതലിൽ വെളിപ്പെടുക എന്നുള്ളത് അനിവാര്യമാണ്. തേരാപ്പാര നടന്നത് കൊണ്ടൊന്നും ദൈവമക്കളാകില്ല. സ്തോത്രം. ആമേൻ. എനിക്ക് ദൈവ പൈതലാകണമെന്ന് പറഞ്ഞാലും ദൈവ പൈതലാകില്ല. അതിനെന്ത് വേണം? അത്യുന്നതന്റെ ശക്തി, അർത്ഥാൽ പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. നമ്മിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടല്ലാതെ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് പറയുവാൻ കഴിയുകയില്ല. വ്യക്തമാകണമെങ്കിൽ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിർത്തി വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. വായിച്ചാട്ടെ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ. വാക്കുകൾ ശ്രദ്ധിക്കണമേ. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയ. യഥാർത്ഥത്തിൽ ദൈവമക്കൾ പറയുന്നത് നമ്മുടെ രക്ഷകൻ ആരാണെന്നാ? യേശു ക്രിസ്തുവാണെന്നാണ് പറയുന്നത്. ശരിയാണ്. എന്നാൽ ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ ദയ, മനുഷ്യപ്രീതി ഉദിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ ഉദിക്കപ്പെട്ടത് കൊണ്ടാണ്
ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത് എന്റെയും നിന്റെയും മിടുക്കല്ല, ദൈവത്തിന്റെ ദയയാണ്. സ്തോത്രം. അടുത്ത വാക്യം, അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പൊ നമ്മുടെ മിടുക്കല്ലെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വന്നിരുന്ന് സ്തോത്രം പറയാൻ കഴിയുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ദൈവത്തിന്റെ ദയയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാണ്. അനേകർക്ക് ഇത് അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ നേരെ തന്റെ ദയയുടെ കടാക്ഷം നീട്ടി, തന്റെ കരുണ നമ്മുടെ മേൽ പകരപ്പെട്ടു. അതുകൊണ്ട് ദൈവസന്നിധിയായിരിക്കാൻ, ദൈവത്തെ അപ്പ എന്ന് വിളിപ്പാൻ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. ഇനി അടുത്തത്, തന്റെ കരുണപ്രകാരം അതിൽ രക്ഷിച്ചത് നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിനെ. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ പ്രവൃത്തി ദൈവം ചെയ്തത്? അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ നീതീകരിക്കപ്പെടാതെ ദൈവസന്നിധിയോടടുത്ത് ചെല്ലുവാൻ കഴിയില്ല. ഇന്ന് പകലൊരു കാര്യം മനസ്സിലാക്കണം, നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണയും ദയയും നമ്മുടെ മേൽ നീട്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അവന്റെ കൃപയുടെ കടാക്ഷം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടപ്പോൾ, എന്നെയും നിന്നെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിച്ചു. ആമേൻ. സ്തോത്രം. ഇനി അതിന്റെ അടുത്ത വാക്യം വായിച്ച 7-ാം വാക്യം, പ്രത്യക്ഷ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പോൾ അതിന്റെ അവസാനം പറയുന്നു, അടുത്ത വാക്യത്തിന്റെ ആരംഭമാണ്, ഈ വചനം വിശ്വാസ യോഗ്യം. അപ്പോൾ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധയാത്മാവിന്റെ നവീകരണം. അപ്പോൾ എന്നെയും നിന്നെയും ദൈവം വിളിച്ചത്, ഇവിടെ പിതാവിനെ കാണാം, പുത്രനെ കാണാം, പരിശുദ്ധയാത്മാവിനെ കാണാം. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാൻ, ഒരു വ്യക്തി ദൈവത്തോട് അടുക്കുവാൻ, ഹല്ലേലൂയ, പിതാവ്, പുത്രൻ, പരിശുദ്ധയാത്മാവ്, ത്രിഏക ദൈവം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, നമുക്ക് വേണ്ടി കരുണയുടെ കടാക്ഷം നീട്ടുന്നത്, നമുക്ക് വേണ്ടി ദയ കാണിക്കുന്നത്, അവന്റെ കൃപ പകരുന്നത് കാണുവാൻ കഴിയോ? പരിശുദ്ധയാത്മാവിനാൽ യേശു ക്രിസ്തു ജനിച്ചെങ്കിൽ, ആ ശക്തി നിഴലിട്ടപ്പോൾ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം വെളിപ്പെട്ടെങ്കിൽ, ഒരു പുതിയ പ്രജ ഉളവായെങ്കിൽ, എന്നെയും നിന്നെയോ ദൈവസന്നിധിയോട് അടുപ്പിക്കുവാൻ പരിശുദ്ധയാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, നിന്നിൽ പകർന്നപ്പോൾ, എന്നിൽ പകർന്നപ്പോൾ, ഒരു പുതുക്കപ്പെട്ടതായ ഒരു ദൈവ പൈതലായി തീരുവാൻ, ഹല്ലേലൂയ, ദൈവം സഹായിച്ചു. സ്തോത്രം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധയാത്മാവിന് കീഴ്പ്പെട്ട് യാത്ര ചെയ്തത് കാണുവാൻ കഴിയും. ഒരു കാര്യം കൂടെ ഞാൻ കടത്തി പറയാം. പരിശുദ്ധയാത്മാവ് ഒരു ദൈവ പൈതലിലുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വചനവും അതങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയില്ല. വേദപുസ്തകത്തിലെ വചനം തിരുത്തുവാൻ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അവനിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധയാത്മാവല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ നിനക്കത് അനുസരിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, അവിടുത്തെ കൃപ വേണം ഈ വചനം അനുസരിക്കുവാൻ. ആമേൻ. അത് നീ ചോദിച്ചാൽ
ഹല്ലേലൂയ. വചനം പറയുന്നത് ധാരാളമായി തന്റെ കൃപ പകരും. ആമേൻ. യാചിക്കുന്ന ഏവനും ലഭിക്കും. ഹല്ലേലൂയ. അത് നമ്മളാകെ കാണുന്നത് ഈ ചക്കി മാങ്ങി മാത്രമാണ്. അതാ നമ്മുടെ പ്രശ്നം. നമുക്ക് ആകെ അറിയാവുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർക്ക്. ആമേൻ. ദൈവം ചെയ്ത ഉപകാരത്തിനനുസരിച്ച് തക്ക മഹത്വം കൊടുക്കും. ഒരെണ്ണത്തിനും അറിയില്ല നല്ലൊരു ശതമാനം. ആമേൻ. അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കരുതെന്നാ പറയുന്നത്. അത് മറന്ന് യാത്ര ചെയ്യുന്നവരാ പെന്തക്കോസ്തുകാര്. ആമേൻ. കിട്ടുന്നതിന് മുൻപ് കരയുമായിരുന്നു, ഉപവസിക്കുമായിരുന്നു. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്തോത്രവും ഇല്ല, സൂത്രം കാണിച്ചുകൊണ്ട് നടക്കും. സ്തോത്രം. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല ദൈവം നമ്മെ നിർത്തിയത്, ദൈവത്തിന്റെ കരുണയുടെ കടാക്ഷം നീട്ടിയത് കൊണ്ടാ. അതെന്തിനു വേണ്ടിയാ? നീ ഒന്നും കൂടെ ദൈവസന്നദ്ധിയിൽ താഴ്മയോടുകൂടെ അടുത്തു വരുവാൻ, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവം ചെയ്ത ഉപകാരത്തെ ഓർത്ത് നന്ദിയുള്ളൊരു ഹൃദയത്തിനുടമയായി ദൈവത്തോട് ചേർന്ന് ഹല്ലേലൂയ യാത്ര ചെയ്യുവാൻ വേണ്ടിയാ ദൈവം തന്റെ പ്രവൃത്തിയുടെ കര നീട്ടിയത്. നമ്മുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. അതാദ്യം മനസ്സിലാക്കുക. യോസഫ് ഭാര്യയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്തപ്പോഴാണ് അവന്റെ അടുത്ത് വന്നത്. യോസഫേ, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധയാത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിന്ന നിനക്കൊണ്ട് ഉണ്ടെന്നേ, എന്നാൽ അതിന്റെ മധ്യത്തെ നീ അറിയാത്ത ഒരു ദൈവ സാന്നിധ്യം എനിക്ക് നിനക്ക് വേണ്ടിയുണ്ടത്. ഇന്ന് പകരം മറക്കരുത്. ആ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയോ ഒരു ദൈവ പൈതലിലും ഉണ്ടാകരുത്. സ്തോത്രം. അത്യുന്നതന്റെ ശക്തി, അതേ ശക്തി തന്നെയാ നമ്മളും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? അത്യുന്നതന്റെ ശക്തി അവന്റെ മേൽ നിഴലിട്ടു. വിശുദ്ധ പ്രജ നമ്മൾ എവിടെ കിടന്നതാ? നാശകരമായ കുഴിയില്. എന്നാൽ അവിടെ നിന്ന് ദൈവം തന്റെ കരുണ കൊണ്ട്, ദൈവം തന്റെ ദയ കൊണ്ട്, ദൈവം തന്റെ കൃപയാൽ ആ ചേറ്റിൽ നിന്ന് അങ്ങ് ഉയർത്തി. ഹല്ലേലൂയ. ഉയർത്തിയിട്ട് അനേകമായിരുന്ന പാപക്കറ കഴുകി. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ തക്കവണ്ണം എന്നെയും നിന്നെയും നീതീകരിച്ചു. ആ പ്രവൃത്തി ചെയ്തെടുത്തത് മാറ്റമില്ലാത്ത വചനം പറയുന്നു. പരിശുദ്ധ ആത്മാവാണ് അത് ചെയ്യുവാനായി നിന്നെ പ്രാപ്തരാക്കിയത്. നിന്റെ മുഖത്തുകൊണ്ടല്ല, നിന്റെ കഴിവുകൊണ്ടല്ല, പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം നിന്റെ ഹൃദയത്തിനകത്ത് പ്രവർത്തിച്ചതുകൊണ്ട് നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കതായ നിലവാരത്തിൽ നിന്നെ പണിതെടുത്തു. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം ചെയ്തു. ദൈവം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള വഴിയിലല്ല പോകേണ്ടത്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതാരുടെ ഉത്തരവാദിത്തമാ? അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാ. അതിന് വേണ്ടതായ നിലയിൽ അല്ലെങ്കിൽ പുതുക്കം തരേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാ. നീ ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവിന്റെ യാഗപീഠത്തിൽ നീ അർപ്പിച്ചാൽ, അതിനെ പുതുക്കി പണിയുവാൻ അതിന് വേണ്ടതായ നിലയിൽ ഹല്ലേലൂയ പണിയെടുക്കുവാൻ നല്ലൊരു പണിക്കാരനാ. ആമേൻ. ആ 1-ാം വാക്യം കൂടി ഒന്ന് ചേർത്ത് വായിച്ച് കുറച്ച് കാര്യം കൂടെ മനസ്സിലാവും. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച്
നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അവിടെ എത്ര വിനയത്തോടു കൂടെയാണ് പരിശുദ്ധയാത്മാവ് പദം ഉപയോഗിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഇതൊരു പ്രബോധനമായി പറയുന്നതിൻ്റെ കാരണം, പുതിയ നിയമസഭ ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നത് എങ്ങനെയാണ്? ബഹുമാനത്തോടു കൂടെയാ. എടി ഇതെടുക്കടി എന്ന് പറയില്ല. സ്തോത്രം. ഇത് ചെയ്യടി എന്ന് പറയില്ല. എന്താ കാരണം? കൊടുക്കേണ്ടതായ ബഹുമാനം അവൾക്ക് കൊടുക്കും. അനുസരിക്കുന്ന ഭാര്യയാകണം. അതും കൂടെ ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നാകരുത്. വേണേ ചെയ്തോളാൻ പറയരുത്. താഴ്മയോടുകൂടെ കീഴ്പ്പെട്ടു നിൽക്കുന്ന ഒരു സഹോദരിയാണെങ്കിൽ അതിന് തക്ക മഹത്വം കൊടുക്കുക എന്നുള്ളത്, മാന്യത കൊടുക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. എന്നതുപോലെ ഇവിടെ മണവാട്ടിയോട് പറയുകയാ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മനസ്സലിവർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ആരാകണം? ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങള് ജീവനും വിശുദ്ധിയും. അപ്പോൾ ഈ ശരീരത്തിന് എന്തുണ്ട്? ജീവനും വിശുദ്ധിയും വേണം. എന്താ കാര്യം? ഇതിപ്പോ അങ്ങനെ ആയില്ല. ഇപ്പൊ എന്നാ കുഴപ്പം? ഇപ്പൊ അനേകം ചോദിക്കുന്നതാ പോരാട്ടങ്ങള്. ഹല്ലേലൂയ. കുഴപ്പമുണ്ടെന്നേ. ഈ ശരീരമാണ് രൂപാന്തരപ്പെടേണ്ടത്. ഈ ശരീരമാണ് നിത്യതയുടെ അവകാശിയാകേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കണം എന്ന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് വേർപാട് അനിവാര്യമാണെന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. എങ്ങനെ സമർപ്പിക്കണം? യാഗമായി സമർപ്പിക്കണം. യാഗപീഠത്തിൽ ഒരു വസ്തു സമർപ്പിച്ചാൽ പിന്നെ അത് എന്തല്ല, അവനവന്റേതല്ല. അത് ആർക്ക് വേണ്ടി സമർപ്പിച്ചുവോ ആ വ്യക്തിയുടേതാ. മറ്റേ ഇത് കുറച്ച് നമ്മൾ സമർപ്പിച്ചേച്ച് തിരികെ കഴിയുമ്പോ ഇനി അവിടെ ഇരുന്നു മതി, ഞാൻ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇതാണ് നല്ലൊരു ശതമാനം പെന്തക്കോസ്തുകാരുടെ സ്വഭാവം. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ ഞാൻ പുഴുവാണ്, പൊടിയാണ്, ചിലപ്പോ പൊടി വാരി ഇടണം, അപ്പൊ അറിയാം പത്തി പൊങ്ങുന്നത്. സ്തോത്ര. കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിത്യതയെ കാണില്ല. ഈ കുരുട്ടും കുന്നായ്മയും കാണിച്ചിരിക്കുന്ന സമയത്താണ് കർത്താവിന്റെ കാകളേറുന്നത് കേൾക്കുന്ന. നീ എന്ത് ചെയ്യും? മാനസാന്തരപ്പെടാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നേ? ക്രമീകരണം വരുത്താൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വചനം പറയുന്ന ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ്. മനുഷ്യൻ വെറും നിഴലായി നടക്കുന്നു. നിശ്ചയമാ. സ്തോത്രം. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. ഈ വചനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ചില ചൂട് കൂടുക. വചനത്തെ വളച്ചൊടിക്കുന്നത് കാണുമ്പം ചില ചൂട് കൂടുക. അത് കുറയില്ല. ആര് കുറയ്ക്കാൻ നോക്കിയാലും കുറയില്ല. അതിനെന്തോറും കൂടി വരികയുള്ളൂ. സ്തോത്രം. വചനത്തെ വചനമായി ഉൾക്കൊള്ളണം. സാഹചര്യത്തിനനുസരിച്ച് വചനത്തെ എന്ത് ചെയ്യരുത്? വളച്ച് ഒടിക്കരുത്. ഇനി എഫെസ്യ ലേഖനത്തിലെ 4-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളൊന്ന് ചേർത്ത് വായിച്ച്. എഫെസ്യർ 4:23-24. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളു. അപ്പൊ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം.
നിങ്ങളുടെ ഉള്ളില് ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. പരിശുദ്ധ ആത്മാവ് ഉണ്ടെന്ന് പറയുന്ന വ്യക്തി, അന്യഭാഷയിൽ ആരാധിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി കയ്യിലിരിപ്പ് വിടാതെ കാണാണ പറയുന്നെങ്കിൽ വാസ്തവത്തിൽ വേദപുസ്തകം അങ്ങനെ പറയാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ചൂരവടി കൊണ്ട് അടിച്ചേനെ. പരിശുദ്ധ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നീ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. പുതിയ മനുഷ്യനെ എന്ത് ചെയ്യണം? ധരിക്കണമെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പഴയതിനെ കളയാതെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ധരിക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. ഇതങ്ങനെയൊന്നും എടുത്ത് ഇടാൻ പറ്റില്ലെന്നേ. കാരണം ഇത് ഉള്ളിലിരുന്നത് ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ഞൊളഞ്ഞ് പുറത്തേക്ക് വരും. അപ്പൊ അവിടെ ഇവിടെയൊക്കെ കമ്പും മഴയായിട്ട് ഇങ്ങനെ ഉന്തി നിൽക്കും. സ്തോത്രം. അത് കളഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ധരിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. കാരണം പരിശുദ്ധ ആത്മാവിനാൽ ഉൽപാദിതമായ അകത്തുണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവ് നിന്നിൽ വ്യാപരിക്കുന്നുവെങ്കിൽ പഴയ സ്വഭാവത്തെ കൊണ്ട് നടക്കാൻ കഴിയില്ല. സ്തോത്രം. ഇത് രണ്ടും കൂടെ ചേരില്ലെന്നേ. ഒന്ന് ഇരുട്ടും ഒന്ന് വെളിച്ചമാ. വെളിച്ചം കൊണ്ട് ആരെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇരുട്ട് കാണുമോ? അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. വെളിച്ചം കൊണ്ട് നടന്നാൽ ഇരുട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം, ഇന്ന ആള് കണ്ടിരുന്ന്. കാണാൻ പറ്റില്ല. സ്തോത്രം. വെളിച്ചം കൊണ്ട് നടക്കുന്ന ദൈവ പൈതൽ ഇരുട്ടിന്റെ പ്രവർത്തികൾ ചെയ്യരുത്. ഇത് രണ്ടും കൂടെ ചേരില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 3:6 പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നീ യഥാർത്ഥമായ പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ ഹല്ലേലൂയ, നീ ജഡത്തിന് അനുസരിച്ചല്ല യാത്ര ചെയ്യേണ്ടത്, ആത്മാവിനെ അനുസരിച്ച് യാത്ര ചെയ്യേണ്ടതായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ജഡത്തെ അനുസരിച്ചാൽ നീ മരിക്കും നിശ്ചയമാ. ആത്മാവിനെ അനുസരിച്ചാലോ ജീവിക്കാം. സ്തോത്രം. ഇത് പറയുമ്പോൾ ആളുകൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വേർപാട് എന്ന് പറയുന്നത് അല്പം വേദന ഉളവാക്കുന്നതാണ്. ആ വേർപാട് എന്ന വാക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതി. വേർപാട് എന്ന് പറയുമ്പോൾ വേദനയും ദുഃഖവും ഉള്ളതാണ്. പക്ഷെ അതില്ലാതെ ക്രിസ്തീയ ജീവിതം ഇല്ല. ക്രിസ്തീയ ജീവിതത്തിൽ അതുണ്ട്. അതുകൊണ്ടാണ് നാഥൻ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും എന്ത് ചെയ്യണം? ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആത്മാവ് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ അത് ഈ മാനുഷികമായി മറ്റു രീതികളിലുള്ള കഷ്ടമല്ല. ചില സന്ദർഭങ്ങളിൽ നിന്ന് വേർപെടുവാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ ഒരു പെരുന്നാള്, അതിന് ആ പെരുന്നാളിന്റെ കൂടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് സന്തോഷിച്ച് വരികയാണെങ്കിൽ അവൻ നമ്മുടെ കൂടെയാ. സംഭവം ഞായറാഴ്ച പോകുന്ന സഭയിലാണെങ്കിലും എവിടെയാണ്? നമ്മുടെ കൂട്ടത്തിലുള്ളതാണെന്നേ, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. എന്നാ നീ പെരുന്നാളിന് പോകാതിരിക്കുക. അവനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, വരില്ല. 4 പേരുടെ മുന്നിൽ എന്ത് ചെയ്യേണ്ടി വരും? അവൻ നമ്മളെ മാറ്റി നിർത്തും. സ്തോത്രം. നമ്മുടെ തോളത്ത്
അവൻ്റെ കൈ കാണില്ല. എന്നാൽ ദൈവത്തിലെ വേർപാട് നീ അനുഷ്ഠിക്കുമ്പോൾ നിന്റെ കൂടെ നീ അറിയാത്തൊരു സാന്നിധ്യമുണ്ട്. അതനുഭവിച്ച വ്യക്തിയാണ് ദാനിയേൽ. ഹല്ലേലൂയ. രാജാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, രാജകീയ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവനെ രാജാവ് ഏൽപ്പിച്ചതായ ഷണ്ണാധിപൻ അവനോട് പറഞ്ഞു, നീ എന്റെ തലയ്ക്ക് അപകടമാ വരുത്തുന്നേ. അപ്പൊ വിവേകത്തോടെ അവൻ പറഞ്ഞു, 10 ദിവസം ഒന്ന് പരീക്ഷിക്ക്. 10 ദിവസം ഒന്ന് പരീക്ഷിക്ക്. മുഖം ശോഭ കുറഞ്ഞതായി കാണുകയാണെങ്കിൽ നീ പറയുന്നത് ഞാൻ കേൾക്കാം. അതിന്റെ അർത്ഥം പന്തവൻ ദൈവത്തിന്റെ കരുത്തിൽ കൊടുത്തു. പന്ത് ആരുടെ കരുത്തിൽ കൊടുത്തു? ദൈവത്തിന്റെ കരുത്തില്. ഗോളിയും ഗോളടിക്കുന്നവനും എല്ലാം തമ്പുരാനാ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അവൻ ഫ്രീ ആയി. സ്തോത്രം. 10 ദിവസം കഴിച്ചു കഴിഞ്ഞപ്പം രാജകീയ ഭോജനം കഴിച്ചവരെക്കാളും വിശിഷ്ടതയുള്ള ഒരു വ്യക്തിയായി. മുഖശോഭയുള്ള, പുഷ്ടിയുള്ള ഒരു വ്യക്തിത്വമായി ദാനിയേലും തന്റെ കൂടെയുള്ള 3 പേരും വിളങ്ങി. രാജകീയ ഭോജനം നീക്കി പച്ചവെള്ളവും ശാഖപദാർത്ഥവും അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. രാജാവിന്റെ മുൻപിൽ നിൽക്കേണ്ട സമയമായപ്പോൾ വചനം പറയുന്നു, 10 ഇരട്ടി വിശിഷ്ടനായി രാജാവിന്റെ മുൻപിൽ വിളങ്ങി. വേർപാട് അനുഷ്ഠിച്ച ദൈവപൈതൽ പരാജയപ്പെടുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നെഞ്ചും വിരിച്ച് ഹല്ലേലൂയ രാജാവിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ദാനിയേലിനെക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഇതാണ് വേർപാട് അനുഷ്ഠിച്ചാലുള്ള മാന്യത. ഈ പകലിന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. കരുണയുള്ള പിതാവേ, അപ്പച്ചന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യത്താൽ അങ്ങ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചു. പുത്രത്വം നൽകി, പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം നൽകി. തുടർന്ന് കർത്താവേ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവപ്രവൃത്തിയായി അത് വെളിപ്പെടണോ. ഈ വചനത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളുടെ മേൽ കൃപ തരണോ. കേൾവിക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവപ്രവൃത്തി അവരിൽ വെളിപ്പെടട്ടെ. മഹത്വം മുഴുവൻ അങ്ങയ്ക്ക് അർപ്പണം ചെയ്യുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടല്ലോ, അങ്ങയ്ക്ക് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.